जम्मू काश्मीर पुदुचेरी लक्षद्वीप दमन-दीव दादर नगर हवेली अंडमान निकोबार चंडीगढ़ യേശുവേ അറിഞ്ഞിടട്ടെ യേശുവിനാൽ തീരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്ത് വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. യാദൃശ്യമായിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇവിടെ വന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ ഭാരമേൽപ്പിക്കുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ മനുഷ്യരും യേശുവിനെ അറിയണമെന്നുള്ള ആഗ്രഹമാണ് ഈ പ്രദേശത്തേക്ക് ഞങ്ങളും കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അറിയുന്ന മറ്റാരുമില്ല ഈ ലോകത്തില്. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മളെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഈ ഭൂമിയില് മറ്റാരുമില്ല. 56-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. 8-ാമത്തെ തിരുവചനത്തില്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങള് ഞാൻ കുപ്പിയില് ശേഖരിച്ചിട്ടുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണീരും നമ്മുടെ അലച്ചിലുകളും എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ കണ്ണുനീര്, നിന്റെ അലച്ചിലുകള്, നിന്റെ വേദനകള്, നിന്റെ യാതനകള് ആരും അറിയാതെ നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം പോലും കാണുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ധനവാനെ കുറിച്ചും ഒരു ലാസറിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരു ലാസറും ഒരു ധനവാനും. ധനവാൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രം ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ചുമന്ന പട്ടും മൃദുല വസ്ത്രവും ധരിക്കുകയും എന്നും ഭക്ഷിച്ച് അവൻ ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ മേലാസകലം വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു ദരിദ്രൻ ധനവാന്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. എന്നാൽ ഈ ധനവാൻ ഇങ്ങനെ ആനന്ദിച്ച് തിമിർത്ത് ജീവിക്കുമ്പോൾ ദരിദ്രനായ മനുഷ്യൻ തന്റെ ശരീരമാകെ സകലം വ്രണങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ധനവാന്റെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്നവ കൊണ്ട് വിശപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ അത് ലഭിച്ചില്ല. അങ്ങനെ ആ ലാസർ, ആ ദരിദ്രനായ മനുഷ്യൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാര് അബ്രാഹത്തിന്റെ മടിയിലേക്ക് ഈ ദരിദ്രനായ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുമ്പോൾ, അവൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആ ധനികനായ മനുഷ്യനും മരിക്കുകയാണ്. ധനികനായ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ടു.
എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തില് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ദരിദ്രനായ മനുഷ്യനെ ദൈവദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഭവിച്ചപ്പോൾ ഈ ധനികനായ മനുഷ്യൻ മരിച്ച് അടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവന് വലിയൊരു അടക്ക് കിട്ടി. ഒത്തിരി ആളുകൾ കൂടി വലിയ ഒരു ശവസംസ്കാരം അവൻ ലഭിച്ചു. അവൻ നരകത്തിൽ പീഡ അനുഭവിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി. അപ്പോൾ അബ്രാഹത്തിന്റെ മടിയില് ലാസർ സുഖമായിട്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഈ ധനികനായ മനുഷ്യൻ ആ നരകത്തിൽ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, പിതാവായ അബ്രാഹമേ, പിതാവായ അബ്രാഹമേ, ലാസറിനെ എന്റെ അടുക്കിലേക്ക് അയക്കണമേ. അവന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി അയക്കണമേ. ഞാൻ അഗ്നിജ്വാലയ്ക്കുള്ളിൽ കിടന്ന് യാതന അനുഭവിക്കുകയാണ്. അബ്രാഹം പറഞ്ഞു, മകനെ, നിന്റെ ജീവിതകാലത്ത് നീ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, നിനക്കൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദരിദ്രനായ മനുഷ്യൻ, അവന് കഷ്ടതകളും വേദനകളും രോഗങ്ങളും തകർച്ചകളും മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നീ അങ്ങനെ ആയിരുന്നില്ല. നിനക്കെല്ലാ സുഖങ്ങളും ലഭിച്ചിരുന്നു. നീ ഭക്ഷിച്ച് ആനന്ദിച്ച് നീ ജീവിച്ചു. നിന്റെ പടിവാതിക്കൽ കിടന്നിരുന്ന ഈ ദരിദ്രനായ മനുഷ്യനെ കാണുവാനുള്ള കണ്ണുപോലും ആ കാഴ്ച പോലും നിനക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് നീ ഇപ്പോൾ അവിടെ പീഡ അനുഭവിക്കുക. ഈ ദരിദ്രനായ മനുഷ്യൻ ഇവിടെ ഇപ്പോൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമ്പന്നനായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദരിദ്രനായ മനുഷ്യനെ അവന്റെ പടിവാതിക്കൽ അവൻ പോകുന്ന വഴിയരിയിൽ കൊണ്ട് ദൈവമായ കർത്താവ് താമസിപ്പിച്ചത്. ഹല്ലേലൂയ. എന്നാൽ അത് തിരിച്ചറിയുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. അപ്പോൾ അബ്രാഹാം പറയുകയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കോ വരുവാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധ്യമല്ല. നമ്മുടെ മധ്യ വലിയൊരു ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ധനവാനായ മനുഷ്യൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ പിതാവായ അബ്രാഹാമേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ പീഡയുടെ ഈ സ്ഥലത്ത് എത്തിപ്പെടാതിരിക്കേണ്ടതിന് ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് പറഞ്ഞയക്കണമേ. അവര് എന്നെ പോലെയാണ് അവരും ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിലൂടെ കടന്നു പോയാൽ അവരും ഈ അഗ്നിയിലേക്ക് അവരും വന്നുപെടും, നരകത്തിന്റെ അഗ്നിയിലേക്ക് അവരും വന്നുപെടും. അതുകൊണ്ട് ഈ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് അബ്രാഹത്തോട് ഈ ധനവാൻ വിളിച്ച് യാചിക്കുകയാണ്. അപ്പൊ അബ്രാഹാം പറയുന്നുണ്ട്, അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവർ പറയുന്നത് അവൻ കേൾക്കട്ടെ. അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവർ പറയുന്നത് അവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ അബ്രാഹാം പറയുകയാണ്, മരിച്ച ഒരുവൻ ചെന്ന് ഉയർത്തെഴുന്നേറ്റാലും അവർക്ക് വിശ്വാസമാവുകയില്ല, ഈ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് പ്രവാചകന്മാർ പറയുന്നത് അവർ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള ജീവിതം നമുക്കറിയാം, ഏറിയാൽ 80 വയസ്സ് വരെ, 80 വയസ്സ്, ചിലപ്പോൾ 100 വയസ്സ് കടന്നു പോകാം. എന്നാൽ ഇത് കഴിഞ്ഞ് നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. മനുഷ്യൻ മരിക്കുന്നവനല്ല, മനുഷ്യൻ മരിക്കുന്നവനല്ല, അവൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ശരീരം വിട്ട് പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാം സന്തോഷത്തോടെ പരാതി കൂടാതെ നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും.
നമ്മൾ പലപ്പോഴും പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് എല്ലാ കഷ്ടതകളും എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം എന്റെയും നിങ്ങളുടെയും കൂടെ നടക്കുന്നവനാണ്. ദൈവം കൂടെ നടക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള യാത്ര ഏതെല്ലാം കഷ്ടതയിലൂടെ കടന്നു പോയാലും പ്രിയപ്പെട്ടവരെ, മനസ്സ് മടുക്കാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവില് നീ വിശ്വസിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്നെ രക്ഷിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കള് അവരുടെ കഷ്ടതകളില് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ദൈവത്തെ വിളിച്ച് കരഞ്ഞപ്പോൾ, ഇതാ സ്വർഗ്ഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നാം കാണുന്നുണ്ട്. നമ്മുടെ കഷ്ടതയില്, നമ്മുടെ വേദനകളില് ദൈവം നമ്മെ നോക്കിയിരിക്കുകയാണ്. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ദൈവത്തെ വിളിക്കുക. നിന്റെ കഷ്ടതയില് നിന്നെ സഹായിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല. മനുഷ്യന് എന്റെ സഹായങ്ങളുടെ പരിധികളുണ്ട്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് സഹായിക്കുവാനായിട്ട് പരിധികളൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. ഈ ലോകത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു വന്നിട്ട് എവിടെയാണ് ജനിച്ചത്? കൊട്ടാരങ്ങളിലല്ല അവൻ ജനിച്ചത്. അവൻ കാലിത്തൊഴുത്തിലാണ് പിറന്നു വീണത്. എന്തുകൊണ്ടാണ്? രാജാതിരാജനായ ആ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുവാനായിട്ട് വീടുകളില്ലായിരുന്നു, ഇല്ലായിരുന്നുകൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിൽ ജനിച്ചാല് ആ യേശുവിനെ, ആ ഉണ്ണി യേശുവിനെ ചെന്ന് കാണണമെങ്കിൽ അനുവാദം ആവശ്യമാണ്. എന്നാൽ കാലിത്തൊഴുത്തിൽ പിറന്നാല് ആർക്കും അവിടെ കയറിച്ചെല്ലാം. ഏത് ദരിദ്രനും അവിടെ കയറിച്ചെന്ന് ആ യേശുവിനെ സന്ദർശിക്കാം. അതുകൊണ്ടാണ് അവിടുന്ന് കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പന്നനായല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിറന്നത്. നമ്മുടെ വേദനകളും യാതനകളും അനുഭവിച്ചവനാണ് അവൻ മനുഷ്യനായി ജനിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. മനുഷ്യന്റെ വേദനകളും അവന്റെ കഷ്ടതകളും അവന്റെ നൊമ്പരങ്ങളും അനുഭവിച്ചാണ് യേശുക്രിസ്തു ജീവിച്ചത്. അതുകൊണ്ട് നമ്മളെ സഹായിക്കുവാൻ അവിടത്തേക്ക് കഴിയും. കാരണം അവനത് അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു മതത്തെ മാത്രമല്ല, സകല മനുഷ്യരും ഈ ലോകത്തിൽ ഇന്നോളം പിറന്നു വന്നിട്ടുള്ളവര്, ഇനി ജനിക്കാനുള്ളവര്, സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ സുഭാഷ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ദാനധർമ്മത്തെ കർത്താവ് മുദ്രമോദ്രം എന്ന പോലെ വിലമതിക്കുന്നു. നമ്മുടെ ദാനധർമ്മത്തെ ദൈവം വിലമതിക്കുന്നത് മുദ്രമോദ്രം എന്ന പോലെയാണെന്ന് സുഭാഷ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടുത്തെ നമ്മുടെ കാരുണ്യ പ്രവർത്തികള് കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്നു. നമ്മളൊരു വ്യക്തിയെ സഹായിക്കുമ്പോൾ, ഒരു വ്യക്തിയെ നമ്മള് അവരെ കാരുണ്യത്തോടെ കാണുമ്പോൾ ദൈവം കാണുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ മറ്റുള്ളവരുടെ വേദനകളില്, അവരുടെ സങ്കടങ്ങളില് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവരെ നമുക്ക് സാധിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേല് അളവുകളില്ലാതെ വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അങ്ങനെ നോക്കിക്കാണുവാനായിട്ട് ധനവാന് കഴിഞ്ഞില്ല. പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വേദനകൾ മനസ്സിലാക്കാൻ ധനവാന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ധനവാൻ നരകത്തിലെ പീഡ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഈ ദരിദ്രനായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മടിയിലേക്ക് ദൈവദൂതന്മാരാൽ സംവഹിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ യാത്രകളില് നമുക്ക് സാധിക്കുന്ന വിധത്തില് അവരെയെല്ലാം സഹായിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര നമുക്ക് സുരക്ഷിതമായിട്ട്, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവാണ് ഏക വഴി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുന്നുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവൻ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം വേറെ വഴിയില്ല. സ്വർഗത്തിൽ നിന്ന് മറ്റാരും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് വഴി, വേറെ ഒരു വഴിയുമില്ല. യേശുക്രിസ്തുവാണ് ഏക വഴി. ഏക വഴിയായ യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ സ്വർഗ രാജ്യത്തിലേക്ക് നമുക്ക്, ആ ദൈവത്തിന്റെ മരണമില്ലാത്ത നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് അവനെ സ്വന്തം ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകം വച്ചു നീട്ടുന്ന സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. നമുക്കറിയാം, ഒരു നിമിഷം നമ്മൾ അതെല്ലാം കൈവിട്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകും. അതെപ്പോൾ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ പാപജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര നമുക്ക് തുടരാം. കാരണം അവിടത്തേക്ക് മാത്രമേ നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാൻ പറ്റില്ല. എല്ലാവരും ആ കുഴിക്കര മാത്രമേ അവിടെ നമ്മളെ അനുഗമിക്കുകയുള്ളൂ. എത്ര പ്രിയപ്പെട്ടവരായാലും അത് കഴിഞ്ഞ് ദൈവമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടതും, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടതും. നമ്മുടെ ഇപ്പോഴുള്ള പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, വേദനകള്, നൊമ്പരങ്ങള് എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ, സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, അതിനെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം തമ്പുരാൻ തരും. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് ആശ്വാസം നൽകുന്ന ആ തമ്പുരാന്റെ അടുക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനം വായിക്കുന്നുണ്ട്, കർത്താവായ യേശു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമായി താമസിക്കാൻ വന്നവരല്ല. നമ്മൾ കുറച്ചു നാളത്തേക്ക് തീർത്ഥാടകരാണ്. നമുക്ക് സ്ഥിരമായിട്ടൊരു വാസസ്ഥലമില്ല. നമുക്ക് സ്ഥിരമായിട്ടുള്ള വാസസ്ഥലം നമ്മുടെ ദൈവത്തിന്റെ ഭവനത്തിലാണ്. ആ ഭവനത്തിലേക്കുള്ള യാത്രയുടെ മധ്യത്തില്, ആ യാത്രയിലെ പലവിധത്തിലുള്ള ഞെരുക്കങ്ങളും തകർച്ചകളും വേദനകളും സങ്കടങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ യേശുവിന്റെ വഴിയിലൂടെ യാത്രയാകുവാൻ യേശു തന്നിരിക്കുന്ന ആ വഴി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക. ആ വഴിയിലൂടെ ജീവിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നമുക്ക് നേടാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു.